الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. الحمد لله بنعمته تتم الصالحات. الحمد لله حمدا كثيرا طيبا. الحمد لله كما ينبغي لجلال وجهه وعظيم سلطانه. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ വർഷത്തെ വിശുദ്ധ റമളാനിലെ ആദ്യത്തെ ഫസ്റ്റിലെ നോമ്പ് പൂർത്തീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകപ്പെട്ടിരിക്കുകയാണ്. അതിന് അല്ലാഹുവിനെ നാം ഏറെ സ്തുതിക്കുക. നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദുആ, ذهب الظمأ وابتلت العروق وثبت الأجر إن شاء الله. ذهب الظمأ ദാഹം ശമിച്ചു, വബ്തല്ലത്തിൽ ഉറൂഖു നാടി നരമ്പുകൾ നനഞ്ഞു, വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ അതിൻ്റെ പ്രതിഫലം സവാബ് ഉറപ്പായി. സഹോദരങ്ങളെ, സവാബ് നമുക്ക് ഉറപ്പായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചൊല്ലാൻ സാധ്യമല്ല. റബ്ബിനോട് ദുആ ചെയ്യുക, റബ്ബന തഖബ്ബൽ മിന്നി ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, എന്നിൽ നിന്ന് നീ ഈ അമൽ കബൂൽ ചെയ്യണേ. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകൾ കബൂൽ ചെയ്യുന്നത് ആരിൽ നിന്നാണ്, അതിനുള്ള ക്വാളിറ്റി നമുക്കുണ്ടോ എന്ന് നമ്മൾ നോക്കുക. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. മുത്തഖികളിൽ നിന്നാണ്, തഖ്വയുള്ളവരിൽ നിന്നാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകൾ കബൂൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കർമ്മങ്ങളെല്ലാം പെർഫെക്റ്റ് ആവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പെർഫെക്ഷൻ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തെങ്കിലുമൊക്കെ കുറേ ചെയ്യുക എന്നുള്ളതല്ല. ഇന്നല്ലാഹ യുഹിബ്ബു അഹദുക്കും ഇദാ അമില അമലൻ അയുത്ഖിനഹു. നിങ്ങളിൽ ഒരാൾ എന്തെങ്കിലും അമൽ ചെയ്താൽ അത് പെർഫെക്റ്റ് ആക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പം ഇന്നലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ പള്ളി ഫുള്ളായിരുന്നു. ഇന്നിപ്പോൾ 1-2 സഫുകൾ ഇന്ന് തന്നെ കുറവായി. ഫസ്റ്റ് റമദാനേ ആയിട്ടുള്ളൂ. അതെന്താ? പലരും നോക്കുന്നത് എന്താണ്, ഏത് മസ്ജിദിലാണ് വേഗത്തിൽ തറാവീഹ് കഴിയുന്നത് അവിടെ പോകാം എന്നുള്ളത്. നമുക്ക് വേണ്ടിയിട്ടല്ല, സ്വന്തത്തിന് വേണ്ടിയല്ല. പലരും ഒരു ഈമാനും ഉറച്ച വിശ്വാസവും അതല്ലെങ്കിൽ ഇഹ്തിസാബും പ്രതിഫലേച്ഛയുമെന്നുമല്ല. പിന്നെയോ, ഏതായാലും റമദാനല്ലേ, എല്ലാവരും പോകുന്നുണ്ടല്ലോ, അപ്പം ഞാൻ വീട്ടിലിരിക്കുന്നത് ശരിയാവില്ല, വേഗത്തിൽ എവിടെയാണോ തീരുന്നത് അവിടെ പോവുക എന്നുള്ളതാണ്. അങ്ങനെയല്ല സഹോദരങ്ങളെ. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അമില അമിലൻ അസ്ബതഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അമൽ ചെയ്താൽ അത് സാബിത്താക്കും, പതിവായി നിത്യമായി റെഗുലറായി കൊണ്ട് ചെയ്യുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. വകാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ നാമ മിനൽ ലൈലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി ഉറങ്ങിപ്പോയാൽ ഖാമ ഫിന്നഹാരി 12 റക്അത്തൻ ഫിന്നഹാരി. പകലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 12 റക്അത്ത് നിസ്കരിക്കും. രാത്രിയിലാണെങ്കിൽ 11 ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിരുന്നത്. എന്നാൽ അത് ഉറങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ ഉഷാറില്ലാതെ രോഗിയാവുകയോ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പകലിൽ 12 റക്അത്ത് നിസ്കരിക്കും. മാത്രമല്ല, ആയിഷ റളിയല്ലാഹു തആല അൻഹ ചൊല്ലുന്നു, ഫമാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമ ലൈലതൻ ഹത്ത സ്വബാഹി വലാ സ്വാമ ശഹ്റൻ മുതതാബിഅൻ ഇല്ലാ റമളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹി വരെ നിസ്കരിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഒരു മാസം കണ്ടിന്യൂ ആയിട്ട് നോമ്പ് പിടിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല, ഇല്ലാ റമളാനിലല്ലാതെ. അപ്പോൾ എത്രത്തോളം സഹോദരങ്ങളെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൽ സുബഹി വരെയൊക്കെ നിസ്കരിച്ചിരുന്നു എന്നാ. ഒരു റക്അത്തിൽ ബഖറയോതി, അല്ലാത്ത സന്ദർഭത്തിലും ഒക്കെ അങ്ങനെയായിരുന്നു. അതെന്താ? നമുക്കൊരു ഹിർസ്, നമുക്കൊരു ഇൻട്രസ്റ്റ്, താല്പര്യം ഇതിലാണുള്ളത്. അതിൽ അത്രത്തോളം ഈമാനും അതുപോലെ തന്നെ തഖ്വയും ആ ഇബാദത്ത് ചെയ്യാനുള്ള താല്പര്യവും നമുക്ക് വേണം. നിങ്ങൾ നോക്കൂ, ഏതെങ്കിലും ഫുട്ബോൾ മാച്ചോ ക്രിക്കറ്റ് മാച്ചോ ഉണ്ടെങ്കിൽ 2 മണിക്കൂറും 3 മണിക്കൂറും അവിടെ നിന്നുകൊണ്ട്, സീറ്റില്ലെങ്കിൽ നിന്നുകൊണ്ട് അത് വാച്ച് ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ഇല്ലേ? അതവരുടെ ഇൻട്രസ്റ്റാണ്, താല്പര്യമാണ്. എന്നാലോ 1 മണിക്കൂർ തറാവീഹ് അത് നീണ്ടുപോയാൽ പിന്നെ അതിൽ തന്നെ ഉറക്കം വരുന്നു, കഴിയുന്നില്ല. നമുക്കത്രയേ താല്പര്യമുള്ളൂ, ഇൻട്രസ്റ്റ് ഉള്ളൂ.
അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ അമലുകൾ അള്ളാഹു ഇഷ്ടപ്പെടണമെങ്കിൽ അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ് അദ്വമുഹാ വഇൻ ഖല്ല, നിങ്ങൾ ചെയ്യുന്ന അമലുകൾ റെഗുലറായി ചെയ്യുക. അതെത്ര ചെല്ല് കുറച്ചാണെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെടുന്നത് റെഗുലറായി ചെയ്യുന്നതാണ്. സലഫുകളായ മുൻഗാമികളായ ആളുകളൊക്കെ അവർ പഠിപ്പിച്ചത് ലാ യകുൻ ഹമ്മ അഹദിക്കും ഫി കസ്റത്തിൽ അമൽ, കുറേ അമലുകൾ ചെയ്യുക എന്നതിലല്ല നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. വലാകിൻ ഹമ്മ അഹദുക്കും ഫി ഇഹ്കാമിഹി വ തഹ്സീനിഹി, ചെയ്യുന്ന അമലുകൾ വളരെ ചന്തത്തിൽ പെർഫെക്റ്റായിട്ട് നമ്മളത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ. അതുപോലെ തന്നെ നോമ്പിൻ്റെ വിധിവിലക്കുകളും അഹ്കാമുകളുമൊക്കെ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് പെണ്ണുങ്ങളൊക്കെ ആ വിഷയത്തിൽ പ്രത്യേകം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റമദാൻ എന്ന് പറഞ്ഞാൽ, നോമ്പെന്ന് പറഞ്ഞാൽ അവർക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള, അതല്ലെങ്കിൽ കിച്ചണിൽ അവരുടെ സമയം ഓൾമോസ്റ്റ് സ്പെൻഡ് ചെയ്യുന്നൊരവസ്ഥയല്ല. നമ്മൾ മനസ്സിലാക്കണം എന്ത്, തിന്നാ കുടിക്കുക എന്നുള്ളതല്ല. പിന്നെയോ നോമ്പ് എന്ന് പറഞ്ഞാൽ ഇബാദത്താണ് പ്രധാനമായും. കുലു വശ്റബു വലാ തുസ്രിഫു, തിന്നോളൂ കുടിച്ചോളൂ, പക്ഷേ ഓവറാവരുത്. ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് അവസാനം തറാവീക്ക് വരുമ്പോൾ ഉറക്കം വരുന്നൊരവസ്ഥ, അങ്ങനെയല്ല. ആവശ്യത്തിനുള്ളത് ഉണ്ടാക്കിയാൽ മതി. അതിനുള്ള സവാബ് വീട്ടുകാർക്ക് കിട്ടും, പെണ്ണുങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ അവർക്കും ഖുർആൻ ഓതാനും ഇബാദത്തുകൾ ചെയ്യാനും കൂടി നമ്മൾ ആണുങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അവരെ ഹെൽപ്പ് ചെയ്യുകയും ജാസ്തിയൊന്നും ഏറെ ഉണ്ടാക്കേണ്ടതില്ല, തെല്ല് മതി എന്നുള്ള രൂപത്തിൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നോമ്പിൻ്റെ അഹ്കാമുകളിൽ നിയ്യത്ത് അത് പ്രധാനമാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നിയ്യത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അള്ളാഹു അമലുകൾ കബൂൽ ചെയ്യും. എന്നാൽ നിയ്യത്തെ ചൊല്ലിപ്പറയുക എന്ന രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. രാത്രിയിൽ നിയ്യത്ത് വെക്കണം. ഉലമാക്കൾക്കിടയിൽ ഇഖ്തിലാഫുണ്ട്. റമദാനിൽ ഫുള്ളായിട്ടുള്ള നോമ്പും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉദ്ദേശിച്ചാൽ മതിയോ, അതല്ല ഓരോ നാളിലും നിയ്യത്ത് വേണോ? ഉലമാക്കൾ അതിനെ സംബന്ധിച്ച് പറയുന്നത് സ്റ്റാർട്ടിങ്ങിലായാലും മതി, പക്ഷേ അതിൽ മിഡിലിൽ കട്ടായി പോകരുത്. 1-2 ദിവസം ഉഷാറില്ലാതെ നോമ്പ് പിടിച്ചിട്ടില്ലെങ്കിൽ പിന്നെയും നിയ്യത്ത് വെക്കണം. എന്നാൽ ഓരോ നാളിലും നിയ്യത്ത് വേണമെന്ന് ചൊല്ലിയ ഉലമാക്കളുമുണ്ട്. ഏതായിരുന്നാലും ഓരോ നാളിലെയും നോമ്പിനെ നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് അത്താഴത്തിന് വേണ്ടി എഴുന്നേൽക്കുക. അതുപോലെ തന്നെ മറ്റൊന്ന്, ഉഹില്ലലക്കും ലൈലത്ത സിയാമിർ റഫസു ഇലാ നിസായിക്കും, നമ്മൾ ഇന്ന് സൂറത്തുൽ ബഖറയിൽ കേട്ട ആയത്തുകളാണ്. നോമ്പുമായി ബന്ധപ്പെട്ട് ഭാര്യാഭർത്തൃ ബന്ധം നിങ്ങൾക്ക് റമദാനിൻ്റെ രാത്രിയിൽ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതാ. കുലു വശ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അസ്വദു മിനൽ ഖൈത്തിൽ അബിയദ് മിനൽ ഫജ്ർ. അതെ, സുബഹി വരെ നിങ്ങൾക്ക് തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഭാര്യാഭർത്തൃ ശാരീരിക ബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് ആകാവുന്നതാണ്, അത് അനുവദിക്കപ്പെട്ടതാണ്. മറ്റൊന്ന്, ഹയലുള്ള പെണ്ണുങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ പാടില്ല, അവർക്ക് നിഷിദ്ധമാണ്. അത് പിന്നീട് അവർ നോറ്റ് വീട്ടുകയാണ് ചെയ്യേണ്ടത്. ഹയലുള്ള മെൻസസ് ഉള്ള പെണ്ണുങ്ങൾ മസ്ജിദിൽ വന്നിരിക്കാനോ അതുപോലെ തന്നെ മസ്ജിദിൽ ഹാജരാകാനോ പാടില്ല. ഖുർആൻ അവർക്ക് ഓതാം, പക്ഷേ ഡയറക്റ്റ് മുസാഫ് ടച്ചാക്കാൻ പാടില്ല. പഠിക്കുന്ന മക്കളൊക്കെയാണെങ്കിൽ പെൺമക്കൾ ഒരു ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് അത് പിടിച്ചിട്ട് ഓതാവുന്നതാണ്. അതൊക്കെയാണ് അതിൻ്റെ ഹുക്കുമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, റമദാനിൻ്റെയും നോമ്പിൻ്റെയും എല്ലാം ഹുക്കുമുകളെല്ലാം മനസ്സിലാക്കി കൃത്യമായി ഈമാനോടെ ഇഖ്ലാസോടുകൂടി അള്ളാഹു എന്നിൽ നിന്ന് കബൂലാക്കണം എന്നുള്ള നീയത്തോടു കൂടിയാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങേ ആയിട്ടുള്ളൂ. ഇന്ന് 1ാമത്തെ നോമ്പേ ആയിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ നമ്മൾ ടയേർഡായാൽ, ഇപ്പോൾ തന്നെ നമ്മൾ ക്ഷീണിച്ചാൽ, നമ്മുടെ ആ ഒരു ആവേശം നഷ്ടപ്പെട്ടാൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല, വല്ലാഹു യഅലം വഅൻതും ലാ തഅലമൂൻ, അള്ളാഹുവിനെല്ലാം അറിയാം. നമ്മുടെ മനസ്സിൻ്റെ മന്ത്രങ്ങളും ഉദ്ദേശങ്ങളും എല്ലാം അറിയാവുന്നതാണ്. അതുകൊണ്ട് ഒരു നല്ല നിയ്യത്ത്, എല്ലാ വിഷയത്തിലും നല്ല നിയ്യത്ത് ചൊല്ലിപ്പറയുക എന്നത് ബിദ്അത്താണ്. പല ആൾക്കാരും അങ്ങനെയാണ് നോമ്പിന് വേണ്ടിയിട്ട് നവൈതു സൗമഗദിൻ അന്നദായി എന്ന് പറഞ്ഞ് ചൊല്ലിക്കൊടുക്കുന്നത്. അത് ശരിയല്ല. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ നവാ എൻവി, ഇൻറ്റൻഷൻ, ഉദ്ദേശിച്ചു എന്നാണ്. അത് മനസ്സിൻ്റെ മഹല്ലുഹൽ ഖൽബ്, ഹൃദയമാണ് അതിൻ്റെ സ്ഥാനം, അവിടെയാണ് ഉദ്ദേശിക്കുന്നത്. അത് നിസ്കാരത്തിനാണെങ്കിലും ശരി ചൊല്ലിപ്പറയലില്ല. നമ്മൾ ആരെങ്കിലും സ്വതക്ക കൊടുക്കുമ്പോൾ എന്താ, നവൈതു അൻ ഉഅതിയ 10 റൂബിയ ലിഹാദൽ ഫുലാൻ, നമ്മൾ പറയാറുണ്ടോ? ഒരു 10 രൂപ ഇയാൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചു, നമ്മൾ ഉദ്ദേശിച്ചിട്ട് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ എല്ലാ അമലുകൾക്കും നിയ്യത്ത് വേണം, പക്ഷേ അത് ഖൽബിലാണ് വേണ്ടത്. അത്തലഫുളു ബിഹാ ബിദ്അ, അത് ചൊല്ലിപ്പറയേണ്ടതില്ല. ആ കാര്യം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ തഅജീലുൽ ഫിത്ർ, അത്താഴം കഴിക്കുക, അതേപോലെ തന്നെ നോമ്പ് തുറക്കാൻ വേഗത്തിലാക്കുക. സമയമായാൽ, ടൈമായാൽ വേഗത്തിൽ നോമ്പ് തുറക്കുക. ഈത്തപ്പഴം കൊണ്ടോ അല്ലെങ്കിൽ കാരക്ക കൊണ്ടോ അല്ലെങ്കിൽ തണ്ണി കൊണ്ടൊക്കെ നോമ്പ് തുറക്കുക. സഹൂർ, അത്താഴം നിങ്ങൾ കഴിക്കണം, അതിൽ ബറക്കത്തുണ്ട്. അത് ലാസ്റ്റ് സമയത്ത്
തഖീറുൽ പിന്നെ സുഹൂർ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അതായത് 5:30 ബാങ്കെങ്കിൽ ഒരു 5 o'clock പിന്നെ നമ്മൾ അത്താഴം കഴിക്കുക. അതും പിന്നെ ഈത്തപ്പഴമായാൽ നല്ലത്, ഏതും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ആ സുന്നത്തുകളൊന്നും നഷ്ടപ്പെടാതെ ആ ഒരു റൂഹ് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ആ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന ഒരു ആത്മാവുള്ള നോമ്പായി നമ്മുടെ നോമ്പുകളെ മാറ്റാനും ഈ റമദാനിൻ്റെ സമയങ്ങളെ ഉപയോഗപ്പെടുത്താനും നമ്മൾ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകൾ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.